ചരിത്രം നമുക്ക് പറഞ്ഞു തന്ന ഒരു അതിമനോഹരമായ ഒരു വരവേൽപ്പിൻ്റെ കഥയുണ്ട്. പ്രവാചകൻ മദീനയിലേക്ക് അണയുന്ന അതിവൈകാരികമായ നിമിഷങ്ങളുടെ കഥ. കൈമുട്ടിയും പാട്ടുപാടിയും പെണ്ണുങ്ങളും കുട്ടികളും അടങ്ങുന്ന ജനക്കൂട്ടം അവരെ വരവേറ്റ കഥ. ത്വലാഉൽ ബദ്റു അലൈന എന്ന ഈരടികൾ ആ അന്തരീക്ഷമാകെ ഒഴുകി നടന്ന കഥ. അതിനെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു ഇന്ന് ഗസയിലെയും അവസ്ഥ. ഇസ്രായേൽ കൊടും ഭീകരതയുടെ തടവറയിൽ നിന്ന് മോചിതരായി തങ്ങളിലേക്ക് അണയുന്ന പ്രിയപ്പെട്ടവർക്കായി ഗസ ഇന്ന് കുരവയിട്ടു. പാട്ടുപാടി, കൈമുട്ടി, ആഹ്ലാദ ആരവങ്ങൾ മുഴക്കി, സന്തോഷ കണ്ണീർ വാർത്തു. ഗസ മുഴുവൻ പ്രിയപ്പെട്ടവരെ വരവേൽക്കാൻ ഒന്നിച്ചു കൂടിയിരുന്നു. അപാലവൃദ്ധം ജനങ്ങളും ശരിക്കും ഒരു പെരുന്നാൾ രാവിൻ്റെ പൊലിവിലായിരുന്നു ഇന്ന് ഗസയ്ക്ക്. ഇസ്രായേലിൻ്റെ വംശഹത്യ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് വിശ്വസിച്ച തൻ്റെ 2 മക്കൾ മടങ്ങി വരുന്നു എന്നറിഞ്ഞ് കണ്ണീരോടെ ആഘോഷങ്ങളുടെ ഭാഗമായ ഒരു ഉമ്മയുടെ വീഡിയോ ഖുദ്സിനെറ്റ് പങ്കുവെക്കുന്നുമുണ്ട്. പതിറ്റാണ്ടുകൾ കഴിഞ്ഞാണ് അവരിൽ പലരും തിരികെ എത്തുന്നത്. തങ്ങളിൽ നിന്ന് പോകുമ്പോൾ കൗമാരക്കാരായിരുന്നവർ ഇന്ന് യൗവനവും കടന്ന് മധ്യവയസ്സിലേക്ക് കാലുവച്ചിരുന്നു. ചുറുചുറുക്കോടെ ഓടി നടക്കേണ്ടവർ കവിളൊട്ടി എല്ലുന്തി നടക്കാൻ പോലും പരസഹായം ആവശ്യമുള്ള വിധവും അവശരവുമായിരുന്നു. ചുരുണ്ട ചെമ്പൻ മുടിയും തിളങ്ങുന്ന കണ്ണുകളുമുള്ള മനോഹരമായ ചിരിയുള്ള 7 വയസ്സുകാരൻ യൂസുഫ്, അവൻ്റെ ഉപ്പ ഡോക്ടർ മുഹമ്മദ് ഹമീദ് അബു മൂസ ഇന്ന ഇവരൊക്കെ മോചിതരായവരിലുണ്ട്. യൂസുഫ് പക്ഷേ ഉപ്പ വരാൻ കാത്തു നിൽക്കാതെ സ്വർഗത്തിലേക്ക് യാത്രയായിരുന്നു. ഇസ്രായേൽ കൊന്നുകളഞ്ഞതാണ് അവനെ. കാൻയൂനിസിലെ അൽനാസർ ആശുപത്രിയിൽ വെച്ചാണ് അവൻ്റെ ഉപ്പയെ ഇസ്രായേൽ കസ്റ്റഡിയിലെടുക്കുന്നത്. 22 വർഷത്തിന് ശേഷമാണ് താരിഖ് ബർഗൂത്തി ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. 20 വർഷമായി ഈ നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ദൈവത്തിന് സ്തുതി, ഇതെനിക്ക് പുതുജീവിതമാണ്. മോചിതനായ ഒരു ചെറുപ്പക്കാരൻ്റെ വാക്കുകളാണിത്. അത്രമേൽ അഭിമാനത്തോടെയാണ് ഇന്നവർ ആ ഗസയിലേക്ക് തിരിച്ചു വന്നത്. ഗസയുടെ പോരാട്ടത്തിൻ്റെ ഫലമെന്ന് പലരും ഉറക്കെ പറയുന്നുമുണ്ട്. മോചനം ഉറപ്പിച്ചതിന് പിന്നാലെ 4 ദിവസം മുമ്പ് തങ്ങളെ ജയിലിൽ നിന്ന് മാറ്റിയിരുന്നു. അന്നു മുതൽ നിർത്താത്ത പീഡനമായിരുന്നു. മോചിപ്പിക്കും മുമ്പ് പരമാവധി അവർ ഞങ്ങളെ ദ്രോഹിച്ചുവെന്നും പലരും കൂട്ടിച്ചേർത്തു. Waytonikah.com, the exclusive Muslim matrimonial site.